പത്തനംതിട്ട ഏനാത്ത് മകളോട് മോശമായി പെരുമാറിയ ആളെ അമ്മ മർദ്ദിച്ചു. സ്കൂൾ വിദ്യാർത്ഥിനിയോട് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയ 59-കാരനെ അമ്മ മുഖത്തടിക്കുകയായിരുന്നു. മുണ്ടപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയുടെ മൂക്കിന്റെ പാലം പൊട്ടി. CK അഭിലാലുണ്ട് വിശദാംശങ്ങളുമായി. അഭിലാൽ, ഈ വാർത്തയോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ് ചോദ്യം. കാരണം പെൺകുട്ടിക്ക് നേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ അതിക്രമം കാട്ടുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്തൊക്കെ ആയാലും വൈകാരികപരമായി നിയമം കയ്യിലെടുക്കാനും പാടില്ല. ഇതെപ്പോൾ സംഭവിച്ച കാര്യമാണ്? ഈ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ച ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അടൂരിലെ സ്കൂളിൽ +2 പഠിക്കുന്ന 17-കാരിക്കാണ് മോശം അനുഭവം ഉണ്ടായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരും വഴി ബസ് യാത്രക്കിടെയാണ് 59-കാരൻ മോശം ഉദ്ദേശത്തോടു കൂടി പെൺകുട്ടിയെ സ്പർശിച്ചത്. പെൺകുട്ടിക്ക് ഇത് ബോധ്യപ്പെടുകയും പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ സമയം ഇയാൾ പെൺകുട്ടിയെ പിന്തുടരുകയുമായിരുന്നു. അപ്പോൾ ബസ്സിൽ നിന്നിറങ്ങിയ പെൺകുട്ടി മൊബൈൽ ഫോണിൽ വിളിച്ച് അമ്മയുടെ അടുത്ത് വിവരം പറയുകയും തൊട്ടടുത്താണ് വീട് എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മ സ്ഥലത്തേക്ക് ഓടിയെത്തുകയുമാണ് ഉണ്ടായത്. ഈ സമയം 59-കാരൻ കടയിൽ കയറി നിൽക്കുന്നതാണ് കണ്ടത്. പെൺകുട്ടി ആളെ ചൂണ്ടിക്കാണിച്ച സമയം അമ്മയും കുട്ടിയും കൂടി ഇയാളുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് വരവേ ഇയാൾ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് തട്ടിക്കയറുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്നാണ് പെൺകുട്ടിയുടെ അമ്മ 59-കാരൻ രാധാകൃഷ്ണ പിള്ളയുടെ മുഖത്ത് അടിച്ചത്. മൂക്കിന് ഇടികിട്ടി ഇയാളുടെ മുഖത്തു നിന്നും ചോര പൊടിഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോഴാണ് മർദ്ദനത്തിൽ ഇയാളുടെ മൂക്കിന്റെ പാലത്തിന് പൊട്ടലുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. പെൺകുട്ടിയുടെയും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോക്സോ വകുപ്പ് കൂടി ഉൾപ്പെടുത്തി 59-കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടൂർ തെങ്ങമൻ സ്വദേശിയാണ് ഇയാൾ. നാളെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഏനാത്ത് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അഭിലാൽ, ഈ ആക്രമണം നടത്തി എന്നുള്ള കാരണം കൊണ്ട് അമ്മയ്ക്കെതിരെ കേസ് വരാനുള്ള സാധ്യതയുണ്ടോ? ഈ ഘട്ടത്തിൽ പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുന്നില്ല. ഒരുപക്ഷെ പ്രതിയുടെ പരാതിയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളുടെ പരാതിയോ ലഭിക്കുന്ന സാഹചര്യത്തിൽ മാത്രമായിരിക്കും തുടർ നടപടികൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ച് അതേ നാണയത്തെ തിരിച്ചടിക്കുക എന്നുള്ളത് നിയമപരമായി നമുക്ക് സാധൂകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ നിലവിൽ പെൺകുട്ടിയുടെ പരാതിയിൽ മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റ് പരാതികൾ വരുന്ന മുറയ്ക്കായിരിക്കും പോലീസിന്റെ തുടർ നടപടികൾ. ശരി, CK അഭിലാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ വാർത്ത കേൾക്കുമ്പോൾ, ഈ സംഭവം അറിയുമ്പോൾ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ടാകും. ഏതൊരു അമ്മയും ചെയ്യേണ്ട കാര്യമാണ് അവർ ചെയ്തതെന്ന്. ആ ചെയ്ത പ്രവൃത്തിയെ നമുക്കൊരിക്കലും ന്യായീകരിക്കാനാകില്ല. പക്ഷേ ഈ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച 59-കാരനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കും.